വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ സമയത്ത് എത്തുകയാണ്. ഈ സംഭവത്തിൽ വഴിക്കടവ് വെള്ളക്കട്ട സ്വദേശി വിനീഷ് കസ്റ്റഡിയിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. വൈദ്യുതി എടുത്തത് പന്നിയെ വേട്ടയാടുന്നതിന് വേണ്ടിയെന്ന് ഇയാൾ സമ്മതിച്ചിരിക്കുന്നു. പന്നിയെ വേട്ടയാടി ഇറച്ചി വിൽക്കാറുണ്ടെന്നാണ് പ്രതി വിനീഷ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. ഇയാൾ കർഷകനുമല്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. ഇയാളുടെ സഹായികളായ രണ്ടുപേരെ കൂടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. സ്വാലി, ഇപ്പോൾ വഴിക്കടവ് വെള്ളക്കട്ട സ്വദേശി വിനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ കർഷകനല്ല, പന്നിയെ വേട്ടയാടി ഇറച്ചി വിൽക്കുന്നയാളാണെന്ന് ഇയാൾ സമ്മതിച്ചിരിക്കുകയാണിപ്പോൾ. മനു, ഇവർ നായാട്ട് സംഘമാണ്. ഇവർ പതിവായി ഇത്തരത്തിൽ നേരത്തെയും സമാനമായി കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവർ കർഷകരോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവരോ അല്ല എന്നാണ് പോലീസ് പറയുന്നത്. വൈദ്യുതി മോഷ്ടിച്ച് ഇങ്ങനെ പലയിടത്തായി കെണി സ്ഥാപിച്ച് പന്നിയെ പിടികൂടുകയും അതിന്റെ ഇറച്ചി വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് പതിവാണ്. നേരത്തെ തന്നെ ആളുകളിൽ നിന്ന് ഇതിനായി ഓർഡർ സ്വീകരിച്ച് ഈ പന്നി മാംസം എത്തിച്ചു നൽകുന്നത്, രഹസ്യമായി എത്തിച്ചു നൽകുന്നതാണ് പതിവ്. ഇതിന്റെ വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്ന വയറുകളും മറ്റുമെല്ലാം ഇവരുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 3 പേരാണ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. വിനീഷാണ് ഇതിലെ മുഖ്യപ്രതി എന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് 2 പേരെ കൂടി ചോദ്യം ചെയ്ത് വരികയാണ്. ഇതിനുശേഷം പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. വിനീഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഒപ്പമുണ്ടായിരുന്ന ഈ കൂടെ ചോദ്യം ചെയ്യുന്ന 2 പേർ ഇയാളുടെ സഹായികളാണ്. ഈ മാംസം വിൽപ്പനയ്ക്കും മറ്റുമൊക്കെ സഹായിക്കുന്നവരാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇവർ ഈ കെണി സ്ഥാപിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. പ്രദേശത്തിനടുത്തുള്ള സ്ഥലമാണോ സ്വാലി? ഈ സംഭവം നടന്ന ഈ സ്ഥലത്തുള്ള ആളുകൾ തന്നെയാണ് ഇവർ 3 പേരും, ഒരാൾ ഒഴികെ എല്ലാവരും വഴിക്കടവുകാർ തന്നെയാണ്. വെള്ളക്കെട്ട സ്വദേശികളാണ്. ഇതിൽ 2 പേരും. ഈ മരിച്ച കുട്ടിയും ആ ഭാഗത്ത് തന്നെ ഉള്ളയാളാണ്. ഇവർ ഇത്തരത്തിൽ വയലിനോട് ചേർന്നും അതുപോലെ ഇത്തരത്തിൽ ജനവാസ മേഖലയോടൊക്കെ ചേർന്ന് തന്നെ ഇത്തരത്തിൽ ലൈൻ പോകുന്ന വഴികളിലാണ്, ഈ കറണ്ട് ലൈൻ പോകുന്ന വഴികളിലാണ് ഇത്തരത്തിൽ കെണി സ്ഥാപിച്ചു വന്നിരുന്നത്. ഇത് കമ്പി ഉപയോഗിച്ച് നേരിട്ട് ഇത്തരത്തിൽ ലൈനിൽ നിന്ന് കറണ്ട് എടുക്കുകയും ഇത് പന്നിക്കായി സ്ഥാപിക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിൽ അലാറം സ്ഥാപിക്കുന്നുണ്ട്. ഇത് അറിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ പോയി രാത്രി തന്നെ ഈ മാംസം വീതിച്ചു നൽകുന്നത്, വിൽപ്പന നടത്തുന്നത് പതിവാണെന്നാണ് പോലീസ് പ്രാഥമികമായി ഇവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവർ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇവർ കർഷകരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പന്നി ശല്യമോ മറ്റോ ഒന്നും കൊണ്ടല്ല ഇത്തരത്തിൽ ഈ നായാട്ട് നടത്തുന്നത് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുമല്ലോ. കാരണം ആളുകളിൽ നിന്ന് ഓർഡർ എടുത്ത് പന്നിയിറച്ചി കൊണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കർഷകൻ ആ പണിക്ക് ഇറങ്ങില്ലല്ലോ. ഇത് ഒന്നാം തരം കാട്ടുകള്ളന്മാരാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവുകയല്ലേ? തീർച്ചയായും. ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത്, പൊതുവിൽ ആരോപണം ഉയർന്നിരുന്നത്, ഇത് വലിയ വന്യജീവി ശല്യം കാരണം അതിൽ നിന്ന് രക്ഷിക്കാനായി ആളുകൾ സ്ഥാപിച്ച ഫെൻസിംഗ് ആണ് എന്ന് പോലും ഇന്നലെ വലിയ ആക്ഷേപം ഒരു ഭാഗത്ത് ഉയർന്നിരുന്നു. പക്ഷെ അതൊക്കെ പോലീസ് തള്ളിക്കളയുകയാണ്. ഇത് പന്നി മാംസം വിൽപ്പന നടത്തുന്ന നായാട്ട് സംഘമാണ്. ഇവർ അതിന് നേതൃത്വം കൊടുത്തിരുന്നത് ഈ വിനീഷാണ്. ഇവരടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ വയറുകളും അതോടൊപ്പം ഈ കമ്പിയും ഈ വൈദ്യുതി എടുക്കുന്നതിനുള്ള സംവിധാനമൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ചെറിയ നീർച്ചാലുകളോടൊക്കെ ചേർന്ന് ഈ വഴികളിലൂടെയുള്ള ഈ സാധാരണ ഈ ആളുകൾ പതിവായി സഞ്ചരിക്കുന്ന ഭാഗങ്ങളിൽ രാത്രി കാലങ്ങളിലാണ് കെണി സ്ഥാപിക്കുന്നത്. ഈ വഴിയിലൂടെയാണ് ഈ പന്നികൾ കടന്നു വരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങൾ പോകുന്ന വഴിയിൽ തന്നെ ഇത് സ്ഥാപിച്ചത്. സന്ധ്യയായതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടതുമില്ല. അങ്ങനെയാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമികമായി പോലീസ് പറയുന്ന കാര്യങ്ങൾ. ഏതായാലും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇപ്പോൾ 3 പേരാണ്, ഈ ബിനീഷും അയാളുടെ സഹായികളും ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. മനു.